ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ മോശം ഗവർണൻസ് തന്നെയായിരുന്നു. ഇന്ന് ജനങ്ങൾക്ക് ഇതെല്ലാം മടുത്ത് അവർക്കെന്നൊരു ഡബിൾ എഞ്ചിൻ സർക്കാർ വേണമെന്നുള്ളൊരു വളരെ ക്ലിയർ മെസ്സേജാണെന്ന് മുഖ്യമന്ത്രി. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ദില്ലിയിലെ ജനങ്ങൾ വളരെ കോൺക്രീറ്റ് ആയൊരു മാൻഡേറ്റാണ് BJPക്ക് നൽകിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ വെറും രണ്ടാമത്തെ പ്രാവശ്യമാണ് ഒരു പ്രധാനമന്ത്രി മൂന്നാം പ്രാവശ്യം തിരിച്ചു വരുന്നത്. അതിനുശേഷം നടന്ന പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും, ഇപ്പോൾ മഹാരാഷ്ട്ര ആയാലും ഹരിയാന ആയാലും ഇന്ന് ഡൽഹിയിലായാലും നമ്മൾ കണ്ടത് അവിടുത്തെ ജനങ്ങൾ, അതാത് സംസ്ഥാനത്തെ ജനങ്ങൾ അവർ നമ്മുടെ പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും നല്ല വിജയം നമുക്ക് നൽകി. അതിന് കാരണം ജനങ്ങൾ ഇന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നു, അടുത്ത 5 വർഷവും ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സുസ്ഥിരമായൊരു സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത്. മോദിജി ഒരുപാട് പദ്ധതികൾ ഉണ്ടാക്കുന്നു. അതെല്ലാം ജനങ്ങളുടെ ഇടയിൽ നല്ല രീതിയിൽ നടപ്പാക്കണമെങ്കിൽ ഇവിടെയും ഓരോ സംസ്ഥാനങ്ങളിലും അതിനായി പ്രവർത്തിക്കുന്ന സർക്കാരുകൾ വേണം, ഡബിൾ എഞ്ചിൻ സർക്കാരുകൾ വേണം, നല്ല ഗവർണൻസ് വേണം. അതെല്ലാം ഇന്ന് BJPക്ക് മാത്രമേ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി തരുന്ന മാൻഡേറ്റുകളാണ്. അതോടൊപ്പം തന്നെ ഇവിടെ കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുന്ന ആം ആദ്മി പാർട്ടി, അതിനു മുമ്പ് 15 വർഷം മുമ്പ് ഭരിച്ച കോൺഗ്രസ് പാർട്ടി ഇവിടെ തകർന്നടിഞ്ഞു. അവരെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, അവരൊരു ഫാക്ടറല്ല ഇവിടെ. പക്ഷേ ആം ആദ്മി പാർട്ടി കഴിഞ്ഞ 10 വർഷമായി ഇവിടെ ഭരിക്കുന്ന ആം ആദ്മി പാർട്ടി, ആ പാർട്ടി ഉണ്ടായത് തന്നെ അഴിമതിക്കെതിരെയും പരിവാർവാദിനെതിരെയും അതുപോലെ VIP കൾച്ചറിനുമെതിരെയൊക്കെ സംസാരിച്ചു വന്ന പാർട്ടിയാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷമായി നമ്മൾ കണ്ടത് അതിനെല്ലാം വിപരീതമായിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളാണ്. 6-7 മാസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ മന്ത്രിമാരും ജയിലിൽ പോയി. ഇന്നും അഴിമതി ആരോപണങ്ങളും വലിയ ആരോപണങ്ങൾ നേരിടുന്നു. പലരും കോൺവിക്റ്റഡായി. അതുപോലെ തന്നെ യമുന നദി തീംസ് പോലെ ആക്കുമെന്ന് പറയുന്നത് ഒരു ടോക്സിക് ഡംപിയാർഡായി മാറി. ഇന്ന് ശീഷ് മഹാളൊക്കെ ഇറ്റ് ബിക്കേം എ സിമ്പിൾ ഓഫ് പ്രോഫ്ലിഗൻസി. അപ്പോൾ ജനങ്ങൾക്കിന്ന് ഇതെല്ലാം എല്ലാ പ്രശ്നങ്ങൾക്കും അവർ പറയുന്നത് ഒന്നെങ്കിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയും, അല്ലെങ്കിൽ LGയെ കുറ്റം പറയും. 10 വർഷം മുമ്പ് 10,000 കോടിയിലധികം സർപ്ലസ് ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം ഇന്നൊരു ഡെഫിസിറ്റ് സംസ്ഥാനമായി മാറി. അതായത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ മോശം ഗവർണൻസ് തന്നെയായിരുന്നു. ഇന്ന് ജനങ്ങൾക്ക് ഇതെല്ലാം മടുത്ത് അവർക്കെന്നൊരു ഡബിൾ എഞ്ചിൻ സർക്കാർ വേണമെന്നുള്ളൊരു വളരെ ക്ലിയർ മെസ്സേജാണെന്ന്